നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയില് സൗണ്ട് കുറവാന്നുള്ള കുറച്ച് കമന്റ്സ് കേട്ടു. സോ സോറി, ഞാൻ ഇന്നലെ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പം പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് സൗണ്ട്. സോറി, വാട്ട് എവർ. ലൈക്ക് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതുകൊണ്ട് മാക്സിമം സൗണ്ട് സംസാരിക്കുന്നുണ്ട്. കാലത്തെപ്പോഴേക്കും ചീച്ചിൽ ബീച്ചിൽ തുമ്മല് സംഭവങ്ങളൊക്കെ. എനിവേ, നിങ്ങള് ഹാപ്പി ആയിട്ട് കൂളായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയും കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ് ഈസ് എവരിത്തിങ്, ആക്ച്വലി ഫെയിലിയർ ഈസ് എവരിത്തിങ്. എല്ലാവരും സക്സസിനെ വാനോളം പുകഴ്ത്തുമ്പോൾ, സക്സസിലോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ, ഫെയിലിയറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പലരും പറയാൻ മറക്കുന്നുണ്ട്. ആക്ച്വലി ഫെയിലിയറിൽ നിന്നും കയറി വരുന്ന ഒരാളും അത്ര പെട്ടെന്നൊന്നും സക്സസിലോട്ട് എത്തത്തില്ല. പിന്നെ എത്തുന്നത് ഈ പറഞ്ഞ മാതിരി മേ ബി ഭാഗ്യം, അല്ലെങ്കിൽ പറയില്ലേ ഒരു പണിയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ റീച്ചായി. ഓക്കെ, അപ്പൊ അവർക്ക് ഈ പറഞ്ഞ മാതിരി കഷ്ടപ്പാടിന്റെ ഒരു പെയിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് അറിയണം എന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഫെയിലിയർ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മടുത്തിരിക്കുന്നവര്, അല്ലെങ്കിൽ ഇനി അത് ട്രൈ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, കീപ് ഓൺ ട്രൈയിങ്. ഓക്കെ, ഇപ്പൊ ഫെയിലിയർ ആയിട്ട് ഒരു സംഭവം നമ്മൾ തീരുമാനിച്ചു, ഫെയിലായി. അതിന് ഉള്ള റീസൺ ഒരു പക്ഷെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തില് മേ ബി ട്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ, ബൗണ്ടറീസ്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്ന ചെറിയ ചെറിയ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഫെയിലിയർ സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഫെയിലിയർ ആയിട്ട് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവർ, എന്താണോ നിങ്ങൾ ചെയ്തിട്ട് തോറ്റത് അത് രണ്ടാമത് തുടങ്ങണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നത്തിങ് ഈസ് ഇംപോസിബിൾ. ഓക്കെ, ഐ എം പോസിബിൾ ഓൾവേസ്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യം. നമ്മൾക്ക് നമ്മളോടൊരു വിശ്വാസം വേണം. എന്താണോ നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടേക്കണത് അത് നമ്മൾ ചെയ്തെടുക്കും എന്നുള്ളൊരു വാശി നമുക്ക് വേണം. ഓക്കെ, ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ ഇത് തോറ്റു, എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ള വാശിയല്ല കാണിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, എവിടുന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുക. അതിനകത്ത് ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു നോട്ട് ഡൗൺ ദ പോയിന്റ്സ്. ലാസ്റ്റ് ടൈമിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടുന്നാണ് നിങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും ഇഗ്നോർ ചെയ്തത്, അതൊക്കെ പോയിന്റ് ഔട്ട് ആയിട്ട് തന്നെ എടുത്തിട്ട് ആ കാര്യങ്ങൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു മനുഷ്യരോടും ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തൊന്നും പറയാതിരിക്കുക. ബിക്കോസ് നമ്മുടെ പ്ലാൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മുന്നിൽ തന്നെ ആ സാധനം കൊണ്ടുവച്ചിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓൾ ദ ബെസ്റ്റ് വാങ്ങിച്ചു പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ലാലേട്ടന്റെ സിനിമയിലെ കാര്യങ്ങളൊക്കെ നടന്ന പോലെ തന്നെ, സ്ക്രിപ്റ്റ് തട്ടിയെടുത്ത് പോയ പോലെ തന്നെ നമ്മുടെ പ്ലാൻസും ഐഡിയാസ് ഒക്കെ തട്ടിയെടുത്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ പ്ലാനായിരുന്നു, അവൻ തുടങ്ങി, എന്തെങ്കിലും ആവട്ടെ, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്. സൊസൈറ്റി എന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, എന്തിനാ അച്ഛനമ്മ വരെ എന്ത് പറയുന്നു ചിന്തിക്കാതെ ആ ഒരു പാർട്ടിക്കുലർ പോയിന്റിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, കീപ് വർക്കിംഗ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതായിരുന്നു എന്റെ ആഗ്രഹം, അങ്ങനെയാണ് എന്റെ ആഗ്രഹം എന്നുള്ളത് പ്ലാൻ ചെയ്ത് ബുക്കിന്റെ പേജ് നിറയ്ക്കാതെ വർക്ക്ഔട്ട് ചെയ്യുക. എന്താണ് പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ ആക്കിയിരിക്കുന്നത് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമോഷണൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഇവൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ചില സമയത്ത് തന്നെ മൂഡ് പോകും, അപ്പൊ ഞാൻ ചെയ്യത്തില്ല. അപ്പൊ ആ ചെയ്യാതിരുന്ന ഒരുപാട് നഷ്ടങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവും, കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇവരൊക്കെ ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ വിട്ടു കൊടുക്കാതിരിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഈസ് എവരിത്തിങ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളി വേൾഡ് തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഒരു വിഷയം വരുമ്പോൾ ശത്രുക്കളിലോട്ട് നോക്കുന്നതിന്റെ ഒപ്പം നല്ല ഫ്രണ്ട്സിലോട്ടും നോക്കുക. കാരണം എന്ന് വെച്ചാൽ, ചിരിക്കുന്ന മുഖങ്ങൾ അല്ലെങ്കിൽ ഷുഗർ കോട്ടഡ് വേർഡ്സ് എല്ലാം പോസിറ്റീവും സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പൊന്നുനെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ഒച്ചപ്പാടാണ് കേട്ടോണ്ടിരിക്കണം, മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ പല ഒച്ചപ്പാടും ഇപ്പൊ സ്റ്റഡി ടൈമിൽ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞു വന്നത്, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം. അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ഉണ്ട്. എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ അവരുടേതായ കാര്യങ്ങളിലോട്ട് പോകും. ഈ പറഞ്ഞ മാതിരി തന്നെ പണ്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ്, ഇൻഡിവിജ്വൽ നീഡ്സ്, ഇൻഡിവിജ്വൽ എയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതങ്ങോട്ട് പോകും. അപ്പൊ ആ വഴിക്ക് നിങ്ങൾ പോവാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മൾ തന്നെയാണ്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. ആൾക്കാർ പറയും നീ ഭയങ്കരമായിട്ട് മാറി. ഓഫ് കോഴ്സ് മാറിയല്ലേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറിയേ പറ്റുള്ളൂ. സോ നമ്മളാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഇഷ്ടം പോലെ ലവും കെയറും കൊടുക്കണം. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യാനും, സൊസൈറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ എടുത്ത കാര്യം എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ നോക്കാനാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പരിപാടി നടത്താറുള്ളത്. ഓക്കെ, അപ്പൊ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ്. അടുത്തത്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണ്ടാരടങ്ങി
വളരെ 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 ഡ്രെയിൻഡ് ആയിട്ടായിരിക്കും റീച്ച് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് ഡ്രെയിൻഡ് ആയിട്ട് കഷ്ടപ്പെട്ട് എല്ലാ മാക്സിമം വഴി നോക്കിയിട്ടായിരിക്കും ഫെയിൽ ആയിട്ടുണ്ടാവുക. ഈ റീച്ച് ആകുമ്പോൾ ആളുകൾ ആ റീച്ചിനെ നോക്കുള്ളൂ, നിങ്ങൾ കഷ്ടപ്പെട്ട വഴി നോക്കില്ല. അതുപോലെ ഫെയിലിയർ ആകുമ്പോഴും നിങ്ങൾ എത്ര അതിനകത്തേക്ക് ട്രൈ ചെയ്തു എന്നുള്ളത് ആൾക്കാർ നോക്കില്ല. പറയുന്ന അവൻ തോറ്റു കുത്തി നടക്കുക, അവന് പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ല, അതേ പറയത്തുള്ളൂ. സോ ഇഗ്നോർ സൊസൈറ്റി. ഓക്കെ, ഇഗ്നോർ സൊസൈറ്റി ആൻഡ് റിലേറ്റീവ്സ്. ചില ക്രിഞ്ച് സൊസൈറ്റിയിലെ ചില റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്വന്തക്കാർ തന്നെ, അവരെ കൊണ്ട് മാറ്റിയെടുത്താം. പിന്നെ പാർട്ട് ഓഫ് ദ ലൈഫ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, വറീസ്, ടെൻഷൻസ്, സ്ട്രെസ്. കരയാ, മാക്സിമം കരഞ്ഞ് തീർക്കാൻ നോക്കുക, ഈ പറഞ്ഞ മാതിരി എഴുതി തീർക്കാൻ നോക്കുക. പിന്നെ മിറർ ടോക്ക് വളരെ നല്ലതാണ്. നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്. അത് മെയിനായിട്ട് നിങ്ങൾ ഇവിടം വരെ എത്തിയ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ മിറർ ടോക്ക് നല്ലതാണ്, എഴുതുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ എൻഡ് ഓഫ് ദ ഡേ പാർട്ട് ഓഫ് ദ ലൈഫാണ്. ഇതൊന്നും താങ്ങാതെ ആരും മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വീട് നമ്മുടെ റൂം എപ്പോഴും പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നത് നോക്കുക. അതേപോലെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് നോട്ട്സ് ചെയ്ത് വെക്കുക. എവിടെ നോക്കിയാലും നമ്മുടെ ഡ്രീംസ്, എവിടെ നോക്കിയാലും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ റൂമിലുള്ളത് എന്നുള്ളത്. അതിനകത്തേക്ക് എത്താനുള്ള നമ്മുടെ ഒരു ത്വര ഭയങ്കര കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നല്ല നല്ല ബുക്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാൻ നോക്കുക. നല്ലൊരു ഫ്രണ്ടായിട്ട് എപ്പോഴും വയ്ക്കാൻ പറ്റിയ നമ്മുടെ ബുക്സ് തന്നെയാണ്, കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വളരെ വലുതാണ്. ഓക്കെ, പിന്നെ 24 മണിക്കൂറും കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കരഞ്ഞോണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഹെൽത്ത് പോവും, നിങ്ങളുടെ മനോഹരമായ കണ്ണ് തള്ളി അകത്തോട്ട് പോവും, ചീക്സ് ഒക്കെ ഭയങ്കര ബോറാവും, ശ്വാസം മുട്ട് വരും, പാനിക് അറ്റാക്ക് വരും, പാൽപിറ്റേഷൻസ് വരും. അപ്പൊ കരഞ്ഞോണ്ടൊന്നൊരു കാര്യമില്ല. കരയണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഫ്ലഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കരഞ്ഞു കുത്തി ചെയ്യില്ല എന്ന് ഇരിക്കല്ല വേണ്ട. Whatever it is, always keep in your mind, I will do it, I will do it, I will do it, I am the best, I am the best, always you are the best. Okay, and നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മുടെ വിധി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതിന്റെ ആഫ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പോകുന്നില്ല, പോകാതിരുന്നാൽ ആ സംഭവം നിങ്ങൾക്ക് മിസ്സാവുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് മിസ്സായി എന്ന് പറയാൻ നിങ്ങൾക്കൊരു റൈറ്റ് ഇല്ല. ബിക്കോസ് യു ടുക്ക് ദാറ്റ് ഡിസിഷൻ, യു ആർ നോട്ട് ഗോയിങ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡിസിഷൻസും നിങ്ങളുടെ ലൈഫായിട്ടും നിങ്ങളാണ് കണക്റ്റഡ്. മറ്റുള്ളവരുടെ ലൈഫ് ഡിസിഷൻസും നിങ്ങളോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവര് നിങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല. ബോത്ത് ആർ ഇൻഡിവിജ്വൽ. ഓക്കെ, ആൻഡ് നമ്മുടെ കുട്ടിക്കാലം എപ്പോഴും നല്ലൊരു വൈബാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഏജ് ആണെങ്കിലും ആ ഒരു കുട്ടിത്വം നമ്മുടെ മനസ്സിൽ കൊണ്ടുവയ്ക്കുന്നത് വളരെ നല്ലതാണ്. പോത്തുപോലെ വളർന്നിട്ടും കുട്ടി മനസ്സ് മൈൻഡിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് പണ്ടൊക്കെ ആൾക്കാർ പറയും തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സോറി പറയാനുള്ളൊരു മനസ്സ് വളരെ നല്ലതാണ്. ഓഫ് കോഴ്സ് നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്നും മാറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് സോറി പറയുന്നത് നല്ലതാണ്. പക്ഷേ പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കാന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും കയറി അൺനെസസറി സോറി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർലെസ് ആണത്. ഓക്കെ, ആൻഡ് നിങ്ങൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ്, വെദർ ഇറ്റ് ഈസ് അതൊരു ജോക്കിലൂടെയാണ്, നീ എന്ത് പൊട്ടനാടാ, നീ എന്താ എന്നൊക്കെ പറയുന്ന നിങ്ങളെ ഇരുത്തുന്ന ഫ്രണ്ട്സ്. വല്ലപ്പോഴൊക്കെ നമ്മളും തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇരുത്താൻ ശ്രമിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മൂവ് ഫ്രം ദാറ്റ്. അവിടെ നിന്ന് മൂവ് ആവുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല അവർ പറയുന്നത്, അവർ നിങ്ങൾ ഇരുത്താനാണ് നോക്കുന്നത്. അപ്പൊ ഒരു മോശം ബിഹേവിയർ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഇതാടാ അത് നമ്മൾ ഫ്രണ്ട്സ് അല്ലടാ കളിയാക്കിയതല്ലേ, എല്ലാം ആവശ്യത്തിന് നല്ലതാണ്. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ മൈൻഡിലോട്ട് ഈ സാധനം കയറി കൊളത്തിയിട്ട് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ആൻഡ് ലൈക്ക് പ്രേമം അല്ലെങ്കിൽ ബെസ്റ്റി കണക്ഷൻസ്, അവരവരുടേതായ അങ്ങനെ ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ ഫ്രണ്ട്സ് ആണ്, അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകും. അവർക്ക് 24 മണിക്കൂർ നിങ്ങളെ നോക്കിയാൽ നിങ്ങളെ താലോലിച്ചിരിക്കലല്ല പരിപാടി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ മെസ്സേജ് ഒന്നോ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മൈൻഡ് മുഴുവനും ആ വ്യക്തിയുടെ അടുത്തായിരിക്കും. എണീറ്റോ കുളിച്ചോ നടന്നോ കിടന്നോ ഭക്ഷണം കഴിച്ചോ തൊണ്ടേന്ന് ഇറങ്ങിയോ എത്ര വെള്ളം കുടിച്ചോ അതൊക്കെ ആയിരിക്കും തോട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല, നഷ്ടമല്ലാതെ. സോ 24 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് നിങ്ങൾ എൻഗേജ് ആവാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം വേണം. പിന്നെ നെഗറ്റീവ് തിങ്സ്, പീപ്പിൾ വിൽ ടോക്ക് വാട്ട് എവർ ദേ വാണ്ട്. സൊസൈറ്റി എന്താടാ അതാടാ നിന്നെ കൊണ്ടത് പറ്റുമോ, നീ അങ്ങനെയല്ലേ, നീ തോറ്റതല്ലേ, നീ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇത് കണ്ടു അല്ലെ, 10ാം ക്ലാസ്സിലും +2ലും തോറ്റ വ്യക്തി ഭയങ്കര ഹയർ പൊസിഷനിൽ ഒരു ലേഡി എത്തിയത്. സോ ആളുകൾ പലതും പറയും, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അവരെക്കാൾ മേലെ നമ്മൾ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ തളർത്തും. ഇരിക്കാൻ ഓടാൻ പറ്റിയില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, കിടന്നിട്ടാണെങ്കിലും സംഭവം നമ്മൾ ആ സാധനം റീച്ച് ആക്കാൻ നോക്കുക. വലിച്ചു താഴോട്ട് ഇടാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ആൻഡ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർസെൽഫ്. അവൻ നന്നായിട്ട് ചെയ്തു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, അവൾ നന്നായിട്ട് നിന്ന് എനിക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റില്ല. സ്റ്റോപ്പ് കമ്പയറിങ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടെൻഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ഹെഡ്സെറ്റും സെറ്റ് ചെയ്ത് ചോകപ്പാട്ടും കേട്ട് ഉറങ്ങി സമയം കളയുന്നവരാണെങ്കിൽ it will affect you badly. Thank you for watching my video. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ പോയിന്റ്സ് ഒക്കെ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ആൻഡ് കീപ് ഇൻ യുവർ മൈൻഡ്, always you are the best. Good vibes.